ആശാവർക്കർമാരുടെ ആവശ്യങ്ങളൊന്നും തന്നെ NHM അംഗീകരിച്ചില്ല. എന്തായാലും ഈ ഒരു ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. ക്രൂരത ചെയ്യാൻ വേണ്ടി വിളിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങൾ ചെറിയൊരു പ്രതീക്ഷ വെച്ചിരുന്നു. നാളെ ഞങ്ങളുടെ സമരം 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് പ്രമാണിച്ച് എന്തെങ്കിലും ഒരു ദൈവ പ്രതീക്ഷിച്ചാണ് ഇവിടുന്ന് പോയത്. PSCക്ക് കൊടുക്കാൻ പൈസയുണ്ട്. ഒരു ഉപകാരവും ഇല്ലാതെ, ഒരു കണക്ക് പോലും ഇല്ലാതെ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ പോയ തൊമ്മന് വരെ കൊടുക്കാൻ പൈസയുണ്ട്. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ റോഡിൽ കൂടെ മുഖ്യമന്ത്രി പോകുന്നു. അയാൾക്ക് അവിടെ ഇറങ്ങി ഇവിടെ വന്നിട്ട് എന്തെന്നൊന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം കാണിച്ചൂടെ? വലിയ പറയൂലോ, ഇരട്ട ചങ്കാണ്, ഊരി പിടിച്ച വാളിൻ്റെ കൂടെ പോകുന്നവനാണ്. എന്താ ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ ഊരി പിടിച്ച വാളില്ലാത്തോണ്ടാണ് അയാൾ ഇവിടെ വരാത്തേ? ഞങ്ങൾ കൂടുതലൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ മന്ത്രിപദം ചോദിച്ചില്ല. ഞങ്ങൾ അവരെ ഭൂസ്വത്തുകളും വകയൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഉള്ള പൈസയല്ലേ ചോദിച്ചോളൂ. പണമില്ലെങ്കിൽ ഇപ്പം ഉടൻ ചർച്ചയ്ക്ക് വിളിക്കേണ്ടായിരുന്നല്ലോ. അതാദ്യം അവർക്ക് അറിയില്ലായിരുന്നോ? നമസ്കാരം. വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ സമരം 38ാം ദിവസം പിന്നിടുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇന്ന് NHM ഡയറക്ടറേറ്റ് ചർച്ചയ്ക്ക് വിളിച്ചത്. ആശാവർക്കർമാരെ ഇന്ന് 12:30 ചർച്ചയ്ക്ക് വിളിച്ചു. എന്നാൽ ഈ ചർച്ചയിൽ ആവശ്യങ്ങളൊന്നും തന്നെ ആശാവർക്കർമാരുടെ ആവശ്യങ്ങളൊന്നും തന്നെ NHM അംഗീകരിച്ചില്ല. എന്തായാലും ഈ ഒരു ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ NHMുമായി ഇപ്പോൾ ചർച്ച നടത്തിയിരിക്കുന്നു. ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. എന്താണ് പറയുന്നത്? ഇവര് ക്രൂരത ചെയ്യാൻ വേണ്ടി വിളിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങൾ ചെറിയൊരു പ്രതീക്ഷ വെച്ചിരുന്നു. നാളെ ഞങ്ങളുടെ സമരം 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് പ്രമാണിച്ച് എന്തെങ്കിലും ഒരു ദൈവ പ്രതീക്ഷിച്ചാണ് ഇവിടുന്ന് പോയത്. അവരിത്രത്തോളം പന്നത്തരം കാണിക്കുമെന്ന് അറിഞ്ഞില്ല. സർക്കാർ പണമില്ലെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ചോദിക്കട്ടെ, PSCക്ക് കൊടുക്കാൻ പൈസയുണ്ട്. ഒരു ഉപകാരവും ഇല്ലാതെ, ഒരു കണക്ക് പോലും ഇല്ലാതെ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ പോയ തൊമ്മന് വരെ കൊടുക്കാൻ പൈസയുണ്ട്. 100 കോടി രൂപ പുതിയ കാറുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി മാറ്റി വെച്ചിരുന്നത്? പാവങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടി. ഈ സമരം തുടങ്ങുന്നത് ഫെബ്രുവരി 10-ന്. അന്ന് വരെ ജോലിക്ക് പോയ പെണ്ണുങ്ങളാണ് ഈ ഇരിക്കുന്നത്. അവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. അവർ അടിമകളായിട്ട് ഇപ്പൊ ചെയ്യുന്ന ഞങ്ങളുടെ കൂടെ ഉള്ള കുറെ പേരവിടെ ഉണ്ട്. അവർക്ക് ഫുൾ പൈസ കൊടുത്തിരിക്കുന്നു. മുഴുവൻ കൊടുക്കാൻ പറയുന്നില്ല. ചെയ്ത ഒരു ജോലിയെങ്കിൽ ആ ഒരു ജോലിക്ക് കൂലി കൊടുക്കേണ്ടതിന് ഇവരുടെ ഇരിക്കുന്നത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ റോഡിൽ കൂടെ മുഖ്യമന്ത്രി പോകുന്നു. അയാൾക്ക് അവിടെ ഇറങ്ങി ഇവിടെ വന്നിട്ട് എന്തെന്നൊന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം കാണിച്ചൂടെ? വലിയ പറയൂലോ, ഇരട്ട ചങ്കാണ്, ഊരി പിടിച്ച വാളിൻ്റെ കൂടെ പോകുന്നവനാണ്. എന്താ ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ ഊരി പിടിച്ച വാളില്ലാത്തോണ്ടാണ് അയാൾ ഇവിടെ വരാത്തേ? അതിലെ സ്പീഡിൽ പോണ്. ആർക്ക് വായുവിളി വാങ്ങാൻ പോണ്? എന്തായാലും ഇപ്പോൾ ഈ ഒരു NHM ആയിട്ടുള്ള ചർച്ച ഇപ്പോൾ നിലവിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ചേച്ചി, സർക്കാരിന്റെ കയ്യിൽ പണമില്ല, സമയം നൽകണമെന്നാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രം പണം ഇല്ല, ബാക്കി എല്ലാത്തിനും അവർക്ക് പണമുണ്ട്. എന്താണ് പറയാനുള്ളത്? 1 കോടി രൂപ ബസ് വാങ്ങാൻ അവർക്ക് പൈസ ഉണ്ട്. അവരെ ദൂരത്തിനെല്ലാം പൈസ ഉണ്ട്. അപ്പം ഈ പാവപ്പെട്ട ആശമാർ ഞങ്ങൾ കൂടുതലൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ മന്ത്രിപദം ചോദിച്ചില്ല. ഞങ്ങൾ അവരെ ഭൂസ്വത്തുകളും വകയൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഉള്ള പൈസയല്ലേ ചോദിച്ചോളൂ. ആ പൈസ തരാൻ സർക്കാരിന് ഈ ആശമാർക്ക് കൊടുക്കാൻ മാത്രം പണം ഇല്ല എന്ന് പറയുന്നത് എന്തിനാണ്? 21,000 രൂപ വലിയ പൈസ ആണ് അവർക്ക്. ഞങ്ങൾക്കത് വലുതാണ്. അവർക്കത് നിസ്സാരം പോലെയാണ്. അതാണ് അവർ ഞങ്ങളെ കളിയാക്കുന്നത്. ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഈ 38 ദിവസം ഞങ്ങൾ ഈ വെയിലത്തും മഴയത്തും കിടന്നതുകൊണ്ട് ഞങ്ങളെ കളിയാക്കിയതാണ്. ചേച്ചി, നിലവിലിപ്പോൾ ഈ NHM ഡയറക്ടറേറ്റുമായുള്ള ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. പണമില്ല, അതിന് സമയം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? പണമില്ലെങ്കിൽ ഇപ്പം ഉടൻ ചർച്ചയ്ക്ക് വിളിക്കേണ്ടായിരുന്നല്ലോ. അതാദ്യം അവർക്ക് അറിയില്ലായിരുന്നോ? ഇപ്പം ഞങ്ങൾ ഇന്ന് 38 ദിവസം ഇവിടെ സമരത്തിലിരിക്കുന്നത്. അപ്പം ഈ സമരം ശക്തിയായിട്ട് ഞങ്ങൾ തുടരാണ്. നാളെ നിരാഹാരം തുടങ്ങാൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കാശില്ലാതെ പിന്നെ എന്തിനു ചർച്ചയ്ക്ക് വിളിച്ചു? അതാദ്യം അവർക്ക് അറിയില്ലായിരുന്നോ? അപ്പം ഈ നമ്മൾ ആശമാരെന്ത് വിളിച്ചു? ഈ കാശില്ല, കേന്ദ്രത്തിൽ നിന്ന് പറയും ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടുന്ന് പറയും അവിടെ തന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആശമാരുടെ ജീവിതമാണ് ഇതാവുന്നത്. അപ്പം എന്തായാലും സമരം ശക്തമായി മുന്നോട്ട് പോകും, അവകാശം നേടിയെടുക്കുന്നവരെ. കാരണം 38 ദിവസവും മഴയും വെയിലും എല്ലാം കൊണ്ട് ഇരിക്കുന്ന ഒരു ആശാ വർക്കറാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാനസിക വിഷമങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ അവകാശം നേടിയേ പോകും എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. നാളെ നിരാഹാരം ശക്തമായി തുടരും. എന്തായാലും ഈ 38ാം ദിവസം സമരം പിന്നിടുന്ന വേളയിലാണ് നാളെ മുതൽ നിരാഹാര സമരം ആശാവർക്കർമാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു വേളയിലാണ് NHM ഡയറക്ടറിലേക്ക്
ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. എന്നാൽ ഈ ചർച്ച അടിമുടി ഇപ്പോൾ പരാജയമായിരിക്കുകയാണ്. പണമില്ല, ഈ പണം കണ്ടെത്താനുള്ള സമയം നൽകണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതുകൂടാതെ ഈ ഒരു ചർച്ച ആരോഗ്യമന്ത്രിയിലേക്ക് എത്തിക്കുവാനും ആരോഗ്യമന്ത്രിയുമായ ആശാവർക്കർമാർക്ക് ചർച്ച നടത്താനുള്ള ഒരു സമയം, അത്തരത്തിലുള്ളൊരു ബന്ധം, അത്തരത്തിലുള്ളൊരു ആവശ്യം ഈ NHM ഡയറക്ടറേറ്റ് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള ഒരു വാക്കാലുള്ള ഒരു വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽ ഇവർ നിരാഹാര സമരവുമായി ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ ആശാവർക്കർമാരുടെ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.